എല്ലാവർക്കും നമസ്കാരം. ബിപ്റ്റ് കണ്ണപുരത്തിന്റെ ഇൻഫോർമാറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം, അഗ്നിവീർ ആർമിയിലേക്കുള്ള റിട്ടേൺ എക്സാമിനേഷൻ പാസ്സായിട്ട് അടുത്ത ഫിസിക്കൽ ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടത്, റാലി ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ എത്ര ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം, അതിൽ എത്ര സെറ്റ് ഉണ്ടായിരിക്കണം, അതിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് മസ്റ്റ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. പലർക്കും ഇതിന്റെ വിവരം അറിയാൻ സാധ്യതയില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളും കൂടിയാണ്. ഏതായാലും ഡോക്യുമെന്റ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ അഡ്മിറ്റ് കാർഡ്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് ആ സൈറ്റ് തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുക്കുക, നല്ലൊരു പേപ്പറിൽ നല്ല കളർ പ്രിന്റ് ഔട്ട് എടുക്കുക. അതിനെ മടക്കുകയോ അതിനെ ഒടിക്കുകയോ ഒന്നും ചെയ്യാതെ നന്നായി സൂക്ഷിക്കുക. അതിന് മേലെയാണ് റാലി ഗ്രൗണ്ടിൽ വെച്ചിട്ട് സീലടിക്കുന്നതും അത് നമുക്ക് മുന്നോട്ടേക്കുള്ള ഒരു സംഭവമായിട്ട് സ്വീകരിച്ച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെന്റ് ആണ് അത്. അതിൻ്റെതായ രീതിയിൽ തന്നെ അത് സൂക്ഷിക്കുക. അടുത്തത് നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. നമ്മൾ ഏതൊക്കെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണോ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും ഒറിജിനലും അതുകൂടാതെ 2 ഫോട്ടോ കോപ്പിയും കൂടെ കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ 10th ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഏത് സ്കൂളിൽ നിന്നാണോ നിങ്ങൾ ലാസ്റ്റ് പിരിഞ്ഞത് ആ സ്കൂളിന്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ വെക്കേണ്ടതാണ്. അടുത്തത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസക്കാരനാണ് എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അത് മൂൽ നിവാസ് എന്നൊക്കെയാണ് ഹിന്ദിയിൽ പറയുന്നത്. ആ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അതിനകത്ത് നമ്മുടെ ഫോട്ടോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ തഹസിൽദാറാണ്. അതിന്റെ കോപ്പിയും 2 സെറ്റ് നമുക്ക് പ്രത്യേകം കൊണ്ടുപോകേണ്ടതാണ്. കൂടാതെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റും നമുക്ക് സൂക്ഷിക്കേണ്ടത് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ തഹസിൽദാറാണ്. അതിന്റെ മേലെയും ഫോട്ടോ അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റിലീജിയൻ സർട്ടിഫിക്കറ്റ്. റിലീജിയൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ മേലെ നമ്മുടെ റിലീജിയൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് എഗെയിൻ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യിക്കണം. റിലീജിയൻ സർട്ടിഫിക്കറ്റ്, അതിന്റെ മേലെ നമ്മുടെ ഫോട്ടോ അഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന്റെയും 2 കോപ്പി നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടതാണ്. അടുത്തത് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. എല്ലാവർക്കും അറിയാം, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മൾ അവസാനമായി പഠിച്ച സ്ഥാപനം തന്നെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിന്റെയും 2 സെറ്റ്, സ്കൂളാണെങ്കിൽ സ്കൂള് ഏതാണോ നമ്മൾ ലാസ്റ്റ് സ്റ്റഡി ചെയ്തിരിക്കുന്ന ആ സ്ഥാപനമാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഏതാണ് അവരെടുത്ത് 2 സെറ്റ് അതിൻ്റെയും നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അൺമാരിഡ് സർട്ടിഫിക്കറ്റ്. അൺമാരിഡ് സർട്ടിഫിക്കറ്റിന്റെ മേലെയും നമ്മുടെ ലേറ്റസ്റ്റ് ഫോട്ടോഗ്രാഫ് അഫിക്സ് ചെയ്യണം. അത് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റി വില്ലേജ് ഓഫീസറാണ്. റിലേഷൻ സർട്ടിഫിക്കറ്റ് ഇത് ഇഷ്യൂ ചെയ്യേണ്ടത് റെക്കോർഡ് ഓഫീസേഴ്സ് ആണ്. റെക്കോർഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ ബ്രദർ അവരൊക്കെ നമ്മുടെ അല്ലെങ്കിൽ വാർ വിഡോവിന്റെ മകനാണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റി അവരുടെ ഏതിലാണോ സർവീസ് ചെയ്തിരിക്കുന്നത് കൺസേൺഡ് ആയിട്ടുള്ള റെക്കോർഡ് ഓഫീസാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അത് ആണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അത് ഇൻ കേസ് ഓഫ് എങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സൺ ഓഫ് എക്സ് സർവീസ്മാൻ ആണെങ്കിലോ വാർ വിഡോവിന്റെ മകനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ ആർമിയിലുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ ആർമിയിലുള്ളതാണോ ആ കേസിൽ മാത്രം ആവശ്യമുള്ളതാണ് റിലേഷൻ സർട്ടിഫിക്കറ്റ്. അടുത്തത് NCC. നിങ്ങൾ പലരും NCC ചെയ്തിട്ടുള്ളവരായിരിക്കും. NCC C, B, A സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെയും നമ്മൾ സെറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടതാണ്. എല്ലാത്തിനും 2 സെറ്റ് തന്നെയാണ് വേണ്ടത്. അതിൽ നിങ്ങൾക്ക് അഡീഷണൽ മാർക്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. NCC സർട്ടിഫിക്കറ്റും അതിന് നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ ഉള്ള കാര്യമാണ്. അടുത്തത് അഫിഡവിറ്റ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ കാണാൻ പറ്റും അഫിഡവിറ്റിന്റെ ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റിൽ 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അതിനകത്ത് ടൈപ്പ് ചെയ്യിച്ചിട്ട് നോട്ടറിയുടെ സൈനും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വാലിഡ് ഡോക്യുമെന്റ് ആയി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റാലിക്ക് വേണ്ടിയിട്ട്
തയ്യാറാക്കേണ്ട ഡോക്യുമെന്റ്സ്. ഏതായാലും ഈ വീഡിയോ ഇതുവരെ കണ്ടു നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.